നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിന്നും എന്നേക്കുമായി അണയാനൊരുങ്ങുകയാണ് ഇടതുപക്ഷ കനൽ എന്ന സൂചന നൽകിക്കൊണ്ട് ത്രിപുര പഞ്ചായത്ത് ഇലക്ഷൻ റിസൾട്ട്. ഒരു കാലത്ത് കേരളവും ബംഗാളും പോലെ ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായിരുന്നു ത്രിപുരയിൽ ഒന്നുമല്ലാതാവുകയാണ് ഇടതുപക്ഷം എന്ന വസ്തുതയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ത്രിപുര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വെന്നിക്കൊടി പാറിച്ചിരിക്കുകയാണ് ഭരണകക്ഷിയായ BJP. 70% സീറ്റുകളിലാണ് എതിരില്ലാതെ BJP വിജയം കൊയ്തത്. ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പരിഷത്ത് ഉൾപ്പെടെ ആകെ 6889 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 4805 സീറ്റുകളിൽ BJP വിജയം നേടിയെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 1819 സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. BJP സ്ഥാനാർത്ഥികൾ 1809 സീറ്റുകളിലും CPIM സ്ഥാനാർത്ഥികൾ 1222 സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ 731 സീറ്റുകളിൽ നിന്നും മത്സരിച്ചുവെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി അസിത് കുമാർ ഭാസ് പറഞ്ഞു. BJP സഖ്യകക്ഷിയായ ത്രിപ മോദ 138 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പഞ്ചായത്ത് സമിതിയിൽ തെരഞ്ഞെടുപ്പ് നടന്ന 423 സീറ്റുകളിൽ 235 എണ്ണത്തിൽ ഏകദേശം 55% BJP വിജയം കൈവരിച്ചു. ഇനി 188 സീറ്റുകളിലേക്കാണ് പോളിംഗ് നടക്കുക. തെരഞ്ഞെടുപ്പിൽ BJP 188 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. CPM-ഉം കോൺഗ്രസും യഥാക്രമം 148, 98 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്തു. ത്രിപ മോദ പാർട്ടി 11 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടെന്നും അസിത് കുമാർ ഭാസ് വ്യക്തമാക്കി. ജില്ലാ പരിഷത്ത് തെരഞ്ഞെടുപ്പിൽ 116 സീറ്റുകളിൽ 20 എണ്ണത്തിലും BJP എതിരില്ലാതെ ജയിച്ചു. അടുത്ത ജില്ലാ പരിഷത്ത് തെരഞ്ഞെടുപ്പിൽ 96 സീറ്റുകളിലും BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. CPIM, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ യഥാക്രമം 81, 76 സീറ്റുകളിലുമായി മത്സര രംഗത്തുണ്ട്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂലൈ 22 ആയിരുന്നു. വോട്ടെടുപ്പ് ഓഗസ്റ്റ് 8 നടക്കും. വോട്ടെണ്ണൽ ഓഗസ്റ്റ് 12 2019 ത്രിപുരയിൽ കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 86% ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിലും BJP എതിരില്ലാതെ നേടിയിരുന്നു. ഉനക്കോട്ടി ജില്ലയിലെ കൈലാസഹറിൽ കോൺഗ്രസ് BJP അനുഭാവികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെയാണ് വോട്ടെണ്ണൽ നടന്നത്. അതേസമയം BJP അണികൾ നടത്തുന്ന അക്രമം മൂലമാണ് സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിക്കാത്തതെന്നാണ് പ്രതിപക്ഷമായ CPIM വാദം. എന്നാൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് അവരുടെ പിന്തുണ നൽകുന്ന അടിത്തറ നഷ്ടമായെന്നും അവരുടെ പേരിൽ മത്സരിക്കാൻ ഇടതു പാർട്ടികൾക്ക് ആരെയും കണ്ടെത്താനായില്ലെന്നും ുള്ള വസ്തുത മറച്ചുവെക്കാൻ കരയുകയാണെന്നും BJP തുറന്നടിച്ചു. ഇനി കാര്യങ്ങൾ എന്തൊക്കെയായാലും ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്നും പെതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം എന്നതിൽ തർക്കമില്ല. അവശേഷിക്കുന്ന അവസാനത്തെ തുരുത്ത് കേരളം മാത്രമാണ്. അവിടെയും കേരളത്തിന്റെ അടിത്തറ വോട്ടുകൾ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടുകയാണ് എന്ന് തന്നെയാണ് വസ്തുത. കടുത്ത ന്യൂനപക്ഷ പ്രകടനം നടത്തുന്ന ഇടതുപക്ഷത്തിൽ നിന്നും ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ അകലുകയാണ് എന്നതാണ് വസ്തുത. അതിന്റെ ലക്ഷണങ്ങൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായതാണ്. എന്നാൽ വീണ്ടും പാഠം പഠിക്കാതെ കൂടുതൽ ന്യൂനപക്ഷ പ്രീണനവുമായി മുന്നോട്ട് പോവുകയാണ് CPM. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കനൽ ഇവിടെ നിന്ന് മാഞ്ഞു പോകണമേ എന്ന് മാത്രമേ പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.